മലയാളക്കരയിൽ 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അലക്സാണ്ട്രിയ ലൈബ്രറി മുസ്ലിമീങ്ങൾ ചുട്ടിട്ടില്ല എന്ന് പറയാം. ഉണ്ട്. എന്താ പറയണേ? ഉണ്ട്. അലക്സാണ്ട്രിയ ലൈബ്രറി ചരിത്രത്തിൽ പലരും ചുട്ടിട്ടുണ്ട്. ആദ്യം മുസ്ലിമീങ്ങളല്ല, പക്ഷെ മുസ്ലിമീങ്ങൾ ചുട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഹെലനൈസേഷൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നിലനിർത്തിയ വേണ്ടി അലക്സാണ്ടർ പ്രധാനമന്ത്രിയാവും. പിൽക്കാലഘട്ടത്തിൽ അലക്സാണ്ടറുടെ സാമ്രാജ്യത്തെ 4 പകുത്തിട്ട് അതിൽ പ്രധാന സാമ്രാജ്യവും സ്ഥാപിച്ച ടോളമിയാണ് യഥാർത്ഥത്തിൽ അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ സ്ഥാപകൻ. അയാളാരാ? ഗ്രീക്ക് ഹെലനൈസേഷൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആയുസ് സമർപ്പിച്ച ആളാണ്. ആര്? ടോളമി. അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഹെലനൈസേഷൻ ഗ്രന്ഥങ്ങളായിരുന്നു. അതിനെ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. അത് മനുഷ്യരുടെ ബുദ്ധിയെ നശിപ്പിക്കും. അതുകൊണ്ട് ചുട്ടു. എന്ത് പ്രശ്നം? ലോകത്തിൽ സംസ്കാരമുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ആഫ്രിക്കൻ ദേശങ്ങളാണ്. അതിനപ്പുറം ഇല്ല. ഇപ്പോൾ ഏഷ്യയുമില്ല, ആഫ്രിക്കയുമില്ല. എല്ലാം മരിച്ചു. ഇപ്പൊ ഏഷ്യയില്ല. ഏഷ്യ മരിക്കുന്ന കാലത്താണ് നമ്മൾ ജനിച്ചത്. ഏഷ്യയെ കൊല്ലാനും ആഫ്രിക്കയെ കൊല്ലാനും വേണ്ടി 2 മഹായുദ്ധങ്ങളുണ്ടാക്കി. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ. അത് ഇന്ന് ലോകത്ത് എന്തില്ല. ലോകത്താകെയുള്ളത് ഒരു വൻകര മാത്രമാണ്. എല്ലാം ലോകം മുഴുവൻ ഒരു വൻകരയാണ്, ഒറ്റ വൻകരയാണ്. ഏഷ്യയില്ല. ഏഷ്യ മരിച്ചു. ആഫ്രിക്ക മരിച്ചു. ഇപ്പോൾ ജീവിക്കുന്നത് യൂറോപ്പാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുക എന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഒരു സ്പിരിച്വൽ മീനിങ്ങും ഒന്നൊരു ഫിസിക്കൽ മീനിങ്. അതിൻ്റെ സ്പിരിച്വൽ മീനിങ് ആണ് എന്ത്? പടിഞ്ഞാറൻ സംസ്കാരം ഏഷ്യൻ ആഫ്രിക്കൻ സംസ്കാരങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുക. അതിനു വേണ്ടി ഒരു നൂറ്റാണ്ട് വന്നു. അതാണ് 20-ാം നൂറ്റാണ്ട്. അതിനുവേണ്ടി ഒരു ധാതു പദാർത്ഥം ഭൂമിയിൽ വന്നു. ഏഷ്യയിൽ നിന്ന് ആദ്യമായി പെട്രോൾ കുഴിച്ചെടുക്കുന്നത് 1902-ലാണ്. AD 1902 ഏഷ്യ നശിച്ചു. പിന്നെ നശിക്കൽ തന്നെ ഉണ്ടായത്. ആദ്യമായി വിമാനം കണ്ടുപിടിക്കുന്ന വർഷം ഏതാണെന്നറിയോ? 1903. വിമാനം ആദ്യമായി കണ്ടുപിടിക്കപ്പെടുന്നത് 1903. പെട്രോൾ കണ്ടുപിടിക്കപ്പെടുന്നത് ഏഷ്യയിൽ. യൂറോപ്പിൽ നേരത്തെ ഉണ്ട്. ഏഷ്യയിൽ ആദ്യമായി പെട്രോൾ പുറത്തു വരുന്നത് 1902. വളരെ ചിന്തിക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കളി ഭയങ്കര, വളരെ വലിയ കളിയാണ്. അത് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം ഇതടക്കം എല്ലാം അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതോടുകൂടെ നമ്മുടെ സംസ്കാരം, രീതി എല്ലാം നശിച്ചു. നമ്മളിൽ അഭിമാനിക്കുന്നത് ഇല്ലാതെയാക്കി. ഒരു സമൂഹം അവരുടെ സാംസ്കാരിക സത്വത്തിലും അതിൻ്റെ ചരിത്രത്തിലും അഭിമാനിക്കുമ്പോൾ മാത്രമാണ് ആ സംസ്കാരത്തിന്റെ ഒറിജിനാലിറ്റി നിലനിൽക്കുക എന്നതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ അർത്ഥം. നിങ്ങളിൻ്റെ കൂടെ വന്നാൽ ഞാൻ പറയും. ഫാന് കാറ്റിലേന് പാടില്ല, ശബ്ദം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? നമുക്ക് ഹൃദയത്തിനാണ് വെളിച്ചം വേണ്ടത്. ഹൃദയത്തിന് വെളിച്ചം വേണമെങ്കിൽ സംസ്കാരം സൂക്ഷിക്കണം. അള്ളാഹുവോട് പറഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എൻ്റെ ഹൃദയത്തിന് വെളിച്ചം താ. അപ്പൊ അള്ളാഹു എന്താ പറഞ്ഞേ? ബുദ്ധിനെ പറയടോ. നിങ്ങളൊക്കെ 5 ശമ്പളം വാങ്ങുന്ന UGC പ്രൊഫസർമാരൊക്കെ അല്ലേ? പറയടോ. ഈ കിഴക്കനെ നാട്ടുകാരനാരാ? ഈ കന്നൂട്ടി നടന്നിരുന്ന മനുഷ്യൻ പറഞ്ഞേരാ ബാക്കി. നിങ്ങൾക്ക് വലിയ ആളുകളല്ലേ? പറയും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അത് പറ. നീ എനിക്ക് ഹൃദയത്തിന്, എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തിന് നീ എനിക്ക് വെളിച്ചം തരണം. എൻ്റെ അള്ളാഹു ഉടനെ പറഞ്ഞു, അതിന് നീ നിന്റെ ചരിത്രം സൂക്ഷിക്കണം.
നിന്റെ ചരിത്രത്തെ നീ അറിയുമ്പോൾ നിന്റെ സംസ്കാരത്തെ നീ അറിയും. ആ സംസ്കാരത്തിന്റെ തനിമയിൽ സൂക്ഷിക്കാൻ നിനക്ക് കഴിയും. പിന്നെയോ ആ സംസ്കാരത്തെ തകർത്തവരെ നീ തിരിച്ചറിയണം. അപ്പോൾ നിന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാവും. അപ്പോൾ ഹൃദയത്തിന് വെളിച്ചം എവിടെ നിലനിൽക്കുക? നിന്റെ സംസ്കാരം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ ഹറാമാണെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടുണ്ട്. സുന്നി മുസ്ലിയാക്കന്മാര് അണ്ണാക്കിൽ വെള്ളം ഉണ്ടാക്കിയിട്ട് വെള്ളം പറ്റിയിട്ട് മറുപടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് പാശ്ചാത്യരുടെ മാത്രം ഭാഷയാണ്. ആ ഭാഷ കയറി വരുമ്പോൾ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും സംസ്കാരം നശിച്ചിട്ടുണ്ട്. അന്തം വേണം. തല കിട്ടിയതോണം അന്തം ഉണ്ടാവില്ല. തല കിട്ടിയവർക്ക് അന്തല്ല എന്ന് ഞാൻ പറഞ്ഞൊന്ന് വ്യാഖ്യാനിക്കരുത്. തല കെട്ടിയതുകൊണ്ട് അന്നുണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തല കെട്ടിയ നല്ല കാര്യമാണ്, പക്ഷെ അന്തം വേണം. അന്തം വേറെ. തല കെട്ടിയാൽ മുഴുവനും അന്തമുള്ളവരും വിചാരിക്കണ്ട. അലക്സാണ്ട്രിയ ലൈബ്രറി മുസ്ലിങ്ങൾ ചുട്ടുകരിച്ചു. ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് ചുട്ടുകരിച്ചിട്ടുണ്ടോ? ഇതിനാ ചരിത്രത്തിൽ വക്രീകരിക്കണം. അലക്സാണ്ട്രിയ മുസ്ലിങ്ങൾ ചുട്ടിട്ടുണ്ട്. ചുട്ടു. എന്തുകൊണ്ട്? അതിയോരിക്ക് മലയാളക്കരയിൽ 100 കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അലക്സാണ്ട്രിയ ലൈബ്രറി മുസ്ലിമീങ്ങൾ ചുട്ടിട്ടില്ല എന്ന് പറയാൻ ഉണ്ട്. എന്താ പറയണേ? ഉണ്ട്. അലക്സാണ്ട്രിയ ലൈബ്രറി ചരിത്രത്തിൽ പലരും ചുറ്റിട്ടുണ്ട്. ആദ്യം മുസ്ലിമീങ്ങളല്ല, പക്ഷെ മുസ്ലിമീങ്ങൾ ചുട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഹെലനൈസേഷൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നിലനിർത്തിയ വേണ്ടി അലക്സാണ്ടർ പ്രധാനമന്ത്രിയാവും. പിൽക്കാലഘട്ടത്തിൽ അലക്സാണ്ടറുടെ സാമ്രാജ്യത്തെ 4 പകുത്തിട്ട് അതിൽ പ്രധാന സാമ്രാജ്യവും സ്ഥാപിച്ച ടോളമിയാണ് യഥാർത്ഥത്തിൽ അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ സ്ഥാപകൻ. അയാളാരാ? ഗ്രീക്ക് ഹെലനൈസേഷൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആയുസ് സമർപ്പിച്ച ആളാണ് ആര്? ടോളമി. അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഹെലനൈസേഷൻ ഗ്രന്ഥങ്ങളായിരുന്നു. അതിനെ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. അത് മനുഷ്യരുടെ ബുദ്ധിയെ നശിപ്പിക്കും. അതുകൊണ്ട് ചുട്ടു. എന്താ പ്രശ്നം? ചില പുസ്തകങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് കെട്ടിവിടാൻ പാടില്ല എന്ന് ചില സർക്കാരുകൾ പറയുന്നുണ്ടല്ലോ. ആ സർക്കാർ വിദ്യാഭ്യാസത്തിനെതിരാണ്. ഇന്നുമില്ലേ? പറയടോ. സൽമാൻ റുഷ്ദിയുടെ പുസ്തകം സാത്തനിസ്റ്റ് വേഴ്സസ് എഴുതിയപ്പോൾ ആ പുസ്തകം ഇന്ത്യയിലേക്ക് കയറ്റാൻ പാടില്ല. ഇന്ത്യൻ സർക്കാർ രാജീവ് ഗാന്ധിയുടെ കാലത്തോ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തൊട്ട് ശേഷം, എന്റെ ഓർമ്മയെന്ന് പറയാം, ഇന്ത്യൻ സർക്കാർ നിരോധിച്ചല്ലോ. ഖസാൻ സാക്കീസിന്റെ ഒരു സിനിമയാണ് എൻ്റെ ഓർമ്മ. 1980 അവസാനം. എന്താണ് ആ സിനിമയുടെ പേര്? ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഓർമ്മ അത് ഇന്ത്യൻ സർക്കാർ നിരോധിച്ചല്ലോ. എന്തുകൊണ്ട്? അതിലൂടെ ഒരു സംസ്കാരം കയറി വരും. ആ സംസ്കാരം ഇവിടുത്തെ സന്തോഷകരമായ സൗഹൃദപരമായ രാജ്യത്തിനെതിരായിരിക്കും, രീതിക്കെതിരായിരിക്കും. അതന്നെ. സംസ്കാരം നശിച്ചാൽ പിന്നെ നമ്മളെ പറയും വിശാലമായ സ്വാതന്ത്ര്യമുണ്ട് യൂറോപ്പിൽ. അതെന്ത് സ്വാതന്ത്ര്യമാണ് വിശാലമായ സ്വാതന്ത്ര്യം? വിശാലമായ നേരിനെയും നേരിക്കേടിനെയും നിയന്ത്രിക്കുക എന്നത് ഭരണകൂടത്തിന് ഉത്തരവാദിത്വം. ഡാൻ ബ്രൗണിന്റെ ചില പുസ്തകങ്ങൾ 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള സാംസ്കാരിക രാഹിത്യവും ഒരു നിലക്ക് ലിബറലിസവും അഗ്നോസിസവും യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറി വരാൻ ഡാൻ ബ്രൗണിന്റെ പുസ്തകങ്ങൾ വളരെ കൂടുതൽ കാരണമായിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടുകൂടെയും അതിശയത്തോടുകൂടെയും പലപ്പോഴും ആലോചിച്ച ഒരു കാര്യം, 100% ക്രിസ്തീയ രാജ്യങ്ങൾ പോലും എന്തുകൊണ്ടാണ് ഡാൻ ബ്രൗണിന്റെ ഈ പുസ്തകങ്ങൾ നിരോധിക്കാതെ പോയത് എന്നാണ്.
ആ പുസ്തകങ്ങളിൽ ഒരു അധർമ്മിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പലപ്പോഴും. ആരെ? ജീസസ് ക്രൈസ്റ്റിനെ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ജീസസ് ക്രൈസ്റ്റിനെ മോശമായി മനസ്സിലാക്കിയാൽ പിന്നെ ക്രിസ്തീയത എങ്ങനെയുണ്ടാവും? എന്നാൽ ഈ ക്രിസ്തീയത ആയിരക്കണക്കായ 2 സഹസ്രാബ്ദങ്ങളെങ്കിലും ലോകത്ത് ധാർമ്മികമായ നിലവാരത്തെ നിയന്ത്രിക്കുകയും മനുഷ്യരാശിയെ കൃത്യമായ ഒരു മൊറാലിറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നാണ് എന്ത്? ക്രിസ്ത്യാനിറ്റി. അത് തകർന്ന ലോകം തകർന്നല്ലോ. അതിന്റെ മൊറാലിറ്റിയും അതിന്റെ കൾച്ചറും തകർന്നു. അതോടുകൂടി അതും തകരുകയാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങൾ 100% ക്രിസ്തീയത നിലനിന്ന രാജ്യങ്ങളിൽ ഇന്ന് 2% പോലും സത്യത്തിൽ ക്രിസ്തീയത ഇല്ല. അതായത് റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ളത് ക്രിസ്ത്യാനി, മനസ്സിലായില്ലേ, എന്ന് എഴുതുമെങ്കിലും അടിസ്ഥാനപരമായി അവരൊക്കെ ആരാണ്? എത്തിസ്റ്റുകൾ. എന്താ കാരണം? ചില നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ മനുഷ്യന്റെ സംസ്കാരത്തെ നശിപ്പിച്ചു. താൻ നല്ലവനായി മനസ്സിലാക്കേണ്ട ആളെ കുറിച്ച് മോശമായി മനസ്സിലാക്കി, മോശമായി മനസ്സിലാക്കേണ്ടവരെ നല്ലവനായി മനസ്സിലാക്കി. ഞാന് മദ്രാസിൽ നിന്ന് വരിക കഴിഞ്ഞതിന് മേലെ കൊല്ലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു ബാല്യക്കാരുണ്ട്, നല്ല കുട്ടിയാണ്, ഉഷാറുള്ള കുട്ടിയാണ്. 2-3 ആളുകൾ കാരണം അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇത്തരം വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ മലയാളത്തിലേക്ക് കയറി വന്ന സാത്താനിസം എന്ന ചർച്ചയാണ്. ഒരു നിലക്ക് ആ സംസാരം മനസ്സിലാക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയാണ് അവരെന്നെ ആ യാത്രയിൽ കൊണ്ടുപോയത്. അതായത് എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു യാത്ര വെച്ചു മദ്രാസിലേക്ക്. ഇങ്ങനെ മദ്രാസിൽ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, എന്നാലും പോയി വരിക എന്ന അത്രയൊക്കെ തന്നെ. പറങ്കിപ്പെട്ട് പോയി കാശ് റളിയല്ലാഹു സിയാറത്ത് ചെയ്യുക, അങ്ങനെയുണ്ട്. എനിക്കത് എന്നൊരു ഒഴിവുള്ളൊരു സമയം ഉണ്ടാക്കി എൻ്റെ സൗകര്യത്തിന് വേണ്ടി അവർ വെച്ചത്. അങ്ങനെ യാത്ര. അപ്പോൾ ഈ യാത്രയിൽ ഇങ്ങനെ പിന്നെ എല്ലാൻ്റെ റോഡിലൂടെ അങ്ങനെ അടിച്ച് വണ്ടി വരുന്ന സമയത്ത് ഈ കൂട്ടത്തിലൊരു ബാല്യക്കാരൻ കാർ എൻ്റെ അടുത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യാം. മലയാളത്തിലേക്ക് കയറി വരുന്ന സാത്താനിസം എന്ന വിഷയം. ആ വിഷയത്തെക്കുറിച്ച് ഒരു 100 ദിവസം നിങ്ങൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. മലയാളത്തിലേക്ക് കയറി വരുന്ന സാത്താനിസം എന്ന വിഷയം ഒരു 100 ദിവസം പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞാൽ റബ്ബിൻ്റെ സഹായത്തിൽ എനിക്ക് കഴിയും. ഞാൻ പ്രസംഗിക്കാത്തത് ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള മാനസികമായ ഒരു എന്താ പറയുക ആ ഒരു പാകപ്പെടൽ ഉണ്ടായിട്ടില്ല. പിന്നെ അത് കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ബാല്യക്കാരൻ എന്നോട് അതിന് മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു. ആ പാട്ടിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരമേ എന്ന് തുടങ്ങിയ പാട്ട്. യേശുദാസായിരിക്കും പാടിയിട്ടുണ്ടാവാന്ന് എൻ്റെ ഓർമ്മ. ദാസ അല്ല, ആണോ? യേശുദാസ പാടിയ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരമേ എന്നാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഈ പാട്ട്, ആ കുട്ടിക്ക് ആ പാട്ടിനെ കുറിച്ച് കുറച്ചറിയാം. ഞാൻ ആ വിഷയം പറയുന്നത്. അപ്പോൾ ഈ കുട്ടി അവൻ്റെ മെമ്മറിയിൽ നിന്ന് അത് കേച്ചിട്ടുണ്ടാവും. വേഗം ഈ പാട്ടെടുത്ത് മൂട്ടിട്ടു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരമേ. അപ്പോൾ എനിക്ക് എൻ്റെ തല കൊണ്ട് കത്തി. കറക്റ്റ് ആരാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരം? ഇബ്ലീസ്. ഇതൊക്കെ കൊണ്ടുവരുന്ന സാംസ്കാരിക രാഹിത്യവും ധാർമ്മിക നഷ്ടവും ഇനി ഒരു 2050 ശേഷം മലയാളം നിലനിൽക്കുമെങ്കിൽ അത് അസഹ്യമായിരിക്കും. 2050 മുമ്പ് ലോകാവസാനം സംഭവിച്ചാൽ മലയാളക്കര വലിയ പരിക്കില്ലാതെ ലോകാവസാനത്തെ നേരിട്ടു എന്ന് കണക്കാക്കാവും. ഇബ്ലീസിനെയും വർണ്ണിച്ച്, ഇബ്ലീസ് എല്ലാ മതത്തിലും പുറത്താണ്. ഇബ്ലീസിനകത്താക്കിയൊരു മതം ലോകത്തില്ല, അകത്താക്കിയ ഒരു മതവും ഇല്ല തന്നെ. വളരെ ധാർമ്മികമായൊരു മതമായിരുന്നു ഹിന്ദു മതം. ഞാൻ പറഞ്ഞു
പറഞ്ഞില്ലേ, ആ മതത്തിന് സംഭവിച്ചത് ആ മതത്തിൻ്റെ വേദം നഷ്ടപ്പെട്ടതാണ്. ഒരു സമൂഹത്തിൻ്റെ വേദം നഷ്ടപ്പെടുന്നതിനേക്കാൾ അവർക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ചതുർവേദം എന്നാൽ തികഞ്ഞ ഒരു ധർമ്മത്തിൻ്റെ അടിത്തറയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഋഗ്വേദത്തിൽ 21 ശാഖകളാണ്, ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാണ്. ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 100, സാമവേദത്തിൽ 1000, അഥർവവേദത്തിൽ 9. അങ്ങനെ 1130 ശാഖകളാണ് വേദങ്ങൾ. അതിൽ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ. എന്താ പറഞ്ഞത്? ഋഗ്വേദത്തിൽ 21, യജുർവേദത്തിൽ 100, സാമവേദത്തിൽ 1000, അഥർവവേദത്തിൽ 9. ഇതാണ് എന്ത്? ചതുർവേദങ്ങൾ. അപ്പോൾ എത്ര വേദശാഖകൾ വന്നു? 1130. ഇന്ന് അലക്സാണ്ടർക്ക് ശേഷം ഹിന്ദുക്കളുടെ കയ്യിൽ ബാക്കിയായത് 10 വേദശാഖകൾ മാത്രമാണ്. വേദം നഷ്ടപ്പെട്ടു. വേദം നഷ്ടപ്പെട്ടാൽ ഒരു സൊസൈറ്റിയുടെ ധാർമ്മികമായ അടിത്തറ നഷ്ടപ്പെട്ടു. പിന്നെ അവർ അവരുടെ ഓർമ്മയിൽ നിന്ന് മറ്റും എടുത്ത് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും രചിക്കേണ്ടി വരും. ഇതൊരു സത്യമാണ്. ഞാൻ ഹൈന്ദവതയുടെ കൂടെ നിന്ന ഒരാളാണ്, ഇപ്പോഴെന്റെ കൂടെ നിൽക്കുക. കൂടെയാണ്. ഹിന്ദുക്കൾക്കറിയാം ഞാൻ വർഗീയവാദിയല്ല, ഒരിക്കലും അല്ല. വർഗീയത എന്റെ മതത്തിനെതിരാണ്. പക്ഷെ ഇത് ഹൈന്ദവ സമൂഹം പഠിക്കാൻ തയ്യാറാകണം. മുസ്ലിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിട്ട് കാര്യമല്ല. എന്തു വേണം? വേദം വേണം. വേദം നഷ്ടപ്പെട്ടാൽ ആ സൊസൈറ്റി നഷ്ടപ്പെട്ടു, അതിന്റെ മൊറാലിറ്റി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? 1130 ശാഖകൾ ഇന്നാകെ ഹൈന്ദവതയുടെ കയ്യിൽ. ബാക്കിയുള്ളത് 10 ശാഖകൾ മാത്രം. ആകെ അഥവാ 1% പോലും ഇല്ല. ഇതിലൊക്കെ നട്ടെന്താ? ആരാ നഷ്ടപ്പെട്ടു? നോക്കി നഷ്ടപ്പെടുത്തി. അപ്പോൾ പിന്നെ എന്തുണ്ടായി? വലിയ വലിയ അറിയപ്പെടുന്ന പലരും പിൽക്കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ട് ലോകത്തറിയപ്പെട്ട പല ഹൈന്ദവരായി അറിയപ്പെട്ട പലരും നിരീശ്വരവാദികളാണ്. അതെങ്ങനെ സംഭവിക്കാം? 20-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ട പലരും എന്താണ് സംഭവിച്ചത്? ആദ്യം അവരെ സൈനികമായി യൂറോപ്പ് അവരെ നശിപ്പിച്ചു, പിന്നീട് വിദ്യാഭ്യാസപരമായി നശിപ്പിച്ചു. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാം. മനസ്സിലായില്ല? ആദ്യം നശിപ്പിച്ചത് 1120 ശാഖകളെ നശിപ്പിച്ചത് എന്താ? അലക്സാണ്ടറുടെ വാള്. പിന്നീട് നശിപ്പിച്ചത് എന്താ? യൂറോപ്യൻ വിദ്യാഭ്യാസം. നിങ്ങൾ എന്തായി നോക്കിയിരിക്കുന്നത്? അതുകൊണ്ടാണ് യൂറോപ്യൻ വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിൽ അരങ്ങ് തകർക്കുന്നതിനെ കുറച്ചു കാലമായി ഞാൻ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ വിചാരം ഇവരെ സ്ഥാപനങ്ങളെ പൂട്ടിക്കാനുള്ള എന്റെ കളിയാണെന്നാണ്. ഇവർക്ക് അന്തല്ല. ഇവർ വലിയ പ്രിൻസിപ്പാൾമാരും ആളുകളുമായി നടക്കാനേ ഉള്ളൂ. ഞാൻ പുറത്ത് പറയാനൊന്നുമില്ല. അവർ വിശപ്പിക്കൽ എനിക്ക് ലക്ഷ്യമില്ല. പക്ഷെ ഇവർക്ക് അന്തമില്ല എന്ന എൻ്റെ അറിവ് ഞാൻ നിങ്ങളോട് പറയാണ്. ഇവർക്ക് അന്തമില്ല. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളാണ്, പക്ഷെ അന്തമില്ല. നിങ്ങൾ നാടോടുമ്പോൾ നടുവേ ഓടുക, അത് മതമല്ല. നാടോടുമ്പോൾ നടുവോട്ടൽ മതം. മലമുകളിലുള്ള വെള്ളം താഴെ, ഇത് മനുഷ്യാധ്വാനാണോ? അത് നാച്ചുറൽ സിസ്റ്റമാണ്. താഴെയുള്ള വെള്ളം മലമുകളിലേക്ക് വരുന്നു, ഇത് മനുഷ്യത്വം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മനുഷ്യൻ ശ്രദ്ധിച്ച്, എന്താ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട്? നാം ശ്രദ്ധിച്ച് നമ്മുടെ മനുഷ്യാധ്വാനം നാം ചെലവഴിക്കുകയും പശ്ചിമഘട്ടത്തെ കൃത്യമായി നിലനിർത്താൻ, അതിന്റെ ഒറിജിനാലിറ്റിയിലും അതിന്റെ നാച്ചുറൽ സിസ്റ്റത്തിലും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ആപത്തുകളെ നേരിടേണ്ടി വരും. ആര് പറഞ്ഞു? ഗാഡ്ഗിൽ പറഞ്ഞു. ഏറെ കാലം കഴിഞ്ഞില്ല, നമ്മൾ അത് അനുഭവിച്ചു. ഇനി അത് പണ്ടത്തെ പോലെ നിലനിൽക്കില്ല. മനുഷ്യാധ്വാനം വേണം.
മനസ്സിലാവണ്ട പറഞ്ഞത്. ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം എന്താ? അതെല്ലാം പൊളിഞ്ഞു പോവുക. മനസ്സിലാവേണ്ട. ഇത് വളരെ തമാശ പറയല്ല. അപ്പൊ ഒരു സൊസൈറ്റി നമ്മൾ ഇത് ഗൗരവമായി മനസ്സിലാക്കണം. ആദ്യമായി സൈനികമായി ഹൈന്ദവ വേദങ്ങളെ സൈനികമായി നശിപ്പിച്ചു. ഹൈന്ദവ വേദങ്ങൾ മാത്രമല്ല, ജൂദാസത്തെ, അതിന്റെ ധാർമ്മിക ധർമ്മങ്ങളെ, ധർമ്മ വേദത്തെ നശിപ്പിച്ചത് എന്തെന്നാ? അതുമാരാ? യൂറോപ്പ്. യേശുവിനെ കൊല്ലാൻ പിടിച്ചു. ആരാ യേശുവിനെ കൊല്ലാൻ പിടിച്ചാരാ? യേശുവിനെ കൊല്ലാൻ പിടിച്ചാര്? യേശുവിനെ കൊല്ലാൻ പിടിച്ചത് ആരാ? പറ. അതായത് പിടികൂടിയോ ഇല്ലേ എന്നുള്ള തർക്കമാണ് ആരടിയിലുള്ളത്? മുസ്ലിം. ഒന്ന് പറ മനുഷ്യ, പിടികൂടിയോ ഇല്ലേ എന്നൊരു തർക്കല്ലേ ആരടിയിലുള്ളത്? പിടികൂടാൻ തീരുമാനിച്ചു വിധി പറഞ്ഞു എന്ന കാര്യം തർക്കണ്ടോ? എന്നാ അവിടെ വരെ ഒന്നിച്ചേക്ക്. ബാക്കിയുള്ളടത്ത് നമ്മൾ പ്രവേശിക്കണ്ട, നമ്മൾ ഒന്നിച്ചു നിൽക്കുക. അപ്പൊ നമ്മൾ രണ്ടുകൂടെ തുല്യ ദുഃഖിതരാണ്. ആരുടെ കാര്യത്തിൽ? യേശുവിന്റെ കാര്യത്തിൽ. എവിടെയാണ് ആ ദുഃഖം? യേശുവിനെതിരെ പടപ്പുറപ്പാടായി വന്നു നിന്നു ആര്? അന്ന് ആരാണ് അന്ന് ജെറുസലേം ഭരിക്കുന്നത്? റോമക്കാർ, യൂറോപ്യർ. അപ്പോൾ കൊല്ലം വിരിച്ചതാരാ? പറകുട്ടി ആരാ? യൂറോപ്പ്. അപ്പോൾ യേശുവിന്റെ മൊറാലിറ്റി ഈ ഏഷ്യൻ മണ്ണിൽ പ്രചരിപ്പിക്കപ്പെട്ട നഷ്ടാർക്ക? യൂറോപ്പിന്. ഏഷ്യക്കാർക്ക് നഷ്ടമില്ല. ഏഷ്യക്കാരായ ഒരു ഏഷ്യൻ ജനത, നല്ല പോലെ ചിന്തിക്കണം, ഉറങ്ങിയാ മനസ്സിലാവില്ല. ഏഷ്യക്കാരായ ഏഷ്യൻ ജനത ലോക ചരിത്രത്തിൽ ഒരു നബിയെ കൊന്നിട്ടില്ല. ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കാർക്കും ചെയ്യാം. എന്നെ കളിയാക്കും ചെയ്യാ, പഠിക്കും ചെയ്യാം. കളിയാക്കൂലേ? അതോ അത് ഹെൽനൈസേഷന് വിധേയരായ ഏഷ്യക്കാരാണ്, അല്ലെങ്കിൽ ആഫ്രിക്കരാണ്. അതായത് ഗ്രീക്ക് കൾച്ചറിന് വിധേയരായ ഏഷ്യക്കാർ. ഞാനിവിടെ പറഞ്ഞ ഭാഷകൾ മനസ്സിലാക്കാം. ഏഷ്യക്കാരായ ഏഷ്യൻ ജനത അവരാരെ കൊന്നിട്ടില്ല? നബിമാരെ കൊലപ്പെടുത്തി ചില ജനതകൾ. ഖുർആൻ പറഞ്ഞല്ലോ പല തവണ, ഒരവകാശവുമില്ലാതെ അവർ നബിമാരെ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരൊരിക്കൽ കൊന്നൂന്നല്ല, അവർ കൊന്നുകൊണ്ടേയിരുന്നു അന്നബിയീന, പല നബിമാരെയും. അതിനൊരു അർഹതയും അവർക്ക് ഇല്ല. അതാരാ? അത് ഹെൽനിസ്റ്റിക് ഏഷ്യക്കാർ, ഹെൽനൈസേഷന് വിധേയരായവർ, ഗ്രീക്ക് സിദ്ധാന്തങ്ങൾ തലേക്കേറ്റിയവര്. അവിടെയാണ് പ്രശ്നം. അവിടെ പഠിക്കണം, അവിടെ പഠിക്കണം. അതിൽ അവസാനത്തെ നബിയാണ് ആര്? ഈസയെ കൊലപ്പെടുത്തണമെന്ന് റോമക്കാർ തീരുമാനിച്ചു. അന്ന് റോമൻ ഭരണമാണ് ഇവിടെ, വിശുദ്ധ ജെറൂസലേമിൽ കൊല്ലാൻ തീരുമാനിച്ചു. പിലാത്തോ അന്ന് ഗവർണർ, റോമക്കാരുടെ ഗവർണർ. എവിടെയുള്ള എവിടെ? ജെറൂസലേമിലെ റോമക്കാരുടെ ഗവർണർ പിലാത്തോയെ വിധി പറയുന്നത്. ജൂതന്മാർ കൂടെ നിന്നു. എന്തുകൊണ്ട്? മനസ്സിലായില്ല പറഞ്ഞത്? ഏതോ ഒരു കുഞ്ഞനോ മാരനോ പിന്നെ മുഹമ്മദ് മനസ്സിലായില്ല തോമായോ അവരെ മുതലാളിയായ പിന്നാലിന് ആചാരോടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പണിക്കരോടോ ഒരു മാന്യതയില്ലാത്തൊരു വാക്ക് പറയില്ല. ഒരു എന്താ പറയുക ഒരു ജമ്മിയായ മഞ്ഞനായ ഒരു നല്ല മനുഷ്യൻ്റെ ഒന്നിരിക്കൽ ആചാരാണ് അല്ലെങ്കിൽ പണിക്കരാണ് അല്ലെങ്കിൽ ആരോ അങ്ങനെയാണെന്ന് വിചാരിക്കുക. അയാളോട് നമ്പ്യാരാണ് പണിക്കരാണ് അങ്ങനെ ഏതോ മഞ്ഞനാരും മുതലാളി, അയാളോട് മാന്യമായി മാത്രമേ ഈ കുഞ്ഞനും മാരനും രാമനും തോമയൊക്കെ പ്രവർത്തിക്കുള്ളൂ, വളരെ മാന്യമായിട്ട് സംസാരിക്കുള്ളൂ. അവൻ എന്ത് ചെയ്തു? വൈകുന്നേരം കള്ള് കുടിച്ചിട്ട് പിന്നെയാണ് കൂലി വാങ്ങാറുണ്ട്.
മുറ്റത്തിന്റെ ഒരു സൈഡിൽ മുതലാളിയെ മാന്യമായി വളരെ ഭവ്യതയോട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കുഞ്ഞൻ അല്ലെങ്കിൽ മാരൻ അല്ലെങ്കിൽ തോമ അന്ന് നേരെ എന്റെ ഇത് മുതലാളിയുടെ നേരെ ഉമ്മരക്കല്ലിങ്ങനെ പറഞ്ഞു, പൈസ ഇവിടെ ഇപ്പൊ അവിടെ വർക്ക് ചെയ്തെന്താ? ഇപ്പൊ വർക്ക് ചെയ്തത് എന്താ? കുഞ്ഞനല്ല, മാരനല്ല, തോമയല്ല ഇവിടെ വർക്ക് ചെയ്തത്, കള്ള് തന്നെ. ജൂതന്മാര് യേശുവിനെ കൊല്ലാൻ വേണ്ടി പിലാത്തോക്ക് പിന്നാലെ കൂടി. എന്തുകൊണ്ട്? യാ പടച്ചോനെ, യൂറോപ്പ് കയറി കൂടിയടോ. കള്ള് കയറി കൂടിയാൽ കുറച്ച് ഞാൻ ഇറങ്ങും, യൂറോപ്പ് കയറി കൂടിയാ പിന്നെ ഇറങ്ങൂലടോ. എന്ത് നഷ്ടം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലേ ഉണ്ടാകാം. മനുഷ്യൻ സഹിക്കേണ്ടതാണ് നഷ്ടം. അത് ചിലപ്പോ അവന്റെ ജീവിതത്തെ തന്നെ വൈതിരിച്ചുവിടും ചില നഷ്ടങ്ങൾ. എന്നാലും ഒരു ആലിമിനെ വഴിയിൽ തടയൂല. എന്താ വർക്കിയത്? എന്താണ് വർക്കിയത്? എന്താ മതോ അള്ളാന്റെ ഹബീബിന്റെ മതം വർക്ക് ചെയ്ത് പരസ്യമായി പൊതുറോട്ടിൽ ഒരു ആലിമിനെതിരെ ബഹളപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് ആലിമിനെ എന്ത് ഉപരോധിക്കുക. ആര്? ഒരു കൂട്ടം മോനിതകൾ. അത് മുസ്തഫ നബിയുടെ മതം വർക്കിയതാണ്. പറയടോ, ഇവർക്ക് നഷ്ടമില്ല. നഷ്ടം പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനോട് സൊസൈറ്റി ഉണ്ട്. ചർച്ച ചെയ്തില്ലെങ്കിലും നഷ്ടം മനുഷ്യൻ സഹിക്കേണ്ടതാണ്. എന്താ സഹിക്കേണ്ടത്? فلنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. നഷ്ടം സഹിക്കേണ്ടി വരുമല്ലോ. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ. അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേക പ്രശംസയുമുണ്ട്, പ്രത്യേക റഹ്മത്തുമുണ്ട്. എത്ര നഷ്ടം വെച്ചാലും ഒരു ആലിം, ഒരു അറിയപ്പെട്ട ആലിമിനെ സമൂഹം അംഗീകരിക്കുന്ന ഒരു വലിയ ആലിം, ഒരു ആലിമിനെ പരസ്യമായി പെണ്ണുങ്ങൾ നടുറോട്ടത്തിൽ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പനെന്താ? അവിടെ വർക്കിലെന്താ? യൂറോപ്പനൈസേഷൻ, ഹെലനൈസേഷൻ. ഇതാ ഞാൻ ഭയപ്പെടുന്നത്. ഇതിവിടെ ഉള്ളിലുണ്ട്, ചിലപ്പോഴേ പൊട്ടുള്ളൂ. ഒരാൾ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരമേന്ന് ഒരാൾ എഴുതിയാലും 1 കോടി ആളുകൾ 3 കോടി ആളുകൾ എഴുതാവുന്ന പരുവത്തിലുള്ളത് ഒരാൾ എഴുതിയതേ ഉള്ളൂ. അയാൾക്കേ അക്ഷരം വഴിപ്പെടുള്ളൂ. അതുകൊണ്ട് അയാൾ എഴുതി. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, അയാളെ കുറ്റല്ലത്. ഒരു സൊസൈറ്റിയിൽ നിന്ന് പുറത്തു വന്നതാണത്. ബാക്കിയുള്ളവർക്ക് അക്ഷരം വഴിപ്പെടാത്തത് കൊണ്ട് അവരെഴുതിയില്ല എന്നേ ഉള്ളൂ. ഇവർക്കൊക്കെ ഒറ്റ കൂട്ടരാ. അവിടെ മനസ്സിലാക്കി എന്താ ഇത് ഹെലനൈസേഷനാണ്. ഇത് പഠിക്കണം. സിറാത്ത് മുഹമ്മദ് എന്നാൽ ഹെലനൈസേഷനെതിരാണ്. അതാണ് എൻ്റെ തിരുദൂതർ എന്ന പുസ്തകം. അത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കുന്ന വേണം. ഞാൻ അങ്ങനെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനോ അങ്ങനെയൊന്നുമല്ല. ഒരു തൗഫീഖ്. ചിലപ്പോൾ അല്ലാഹു തആല ചില ആളുകൾക്ക് ദുർബലന്മാരെയും അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. വലിയ തടിമാടൻ വീട് കൂടി നിൽക്കുന്നവരുടെ മുഴുവൻ അമ്മാക്കും അച്ഛനും വിളിച്ചപ്പോൾ ആ കൂട്ടത്തിൽ കേട്ട് നിൽക്കുന്ന ആൾ ഒരു അങ്ങാടി ഇടനാടിൽ വെച്ച് ഒരു തടിമാടൻ ഇങ്ങനെ എന്ത് പറഞ്ഞു? കണ്ട് കൂടി നിൽക്കുന്നവരുടെയൊക്കെ അച്ഛനും അമ്മയെയും വിളിച്ചിട്ട് തോന്നിയാസവും ഒക്കെ വിളിച്ച് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ കൂട്ടത്തിലൊരു എലുമ്പൻ വന്നിട്ട് ഒറ്റ നടുകൊടുത്ത് അവിടെ വീണ് മറ്റവൻ. അതോടെ ആ പ്രശ്നം അവസാനിച്ചു. കേട്ട് നിൽക്കുന്ന ഒരു എലുമ്പനുണ്ട്. പിന്നെ ഇവനെന്നെ അന്തല്ലാതെ ഞാൻ ഇപ്പൊ എങ്ങനെയോ അവനെ അടിച്ചത് ഞാൻ തന്നെയാണോ അടിച്ചത്? അങ്ങനെയൊക്കെയുള്ള ചില ഘട്ടങ്ങളുണ്ടോ? അങ്ങനെയുള്ള എഴുത്ത് കൂടികളി സാമ്പ്രദായിക പ്രശസ്തരായ റൈറ്റേഴ്സൊക്കെ ഹെലനൈസേഷന് വിധേയരാവുകയും എന്താണ് ഈ ഹെലനൈസേഷൻ എന്ന് മനസ്സിലാക്കാതെ വരികയും ചെയ്തപ്പോൾ ഒരു സാധുവായ ഗ്രാമീണന് അള്ളാഹു കൊടുത്ത തൗഫീഖാണ് തിരുദൂതർ എന്ന പുസ്തകങ്ങൾ. അതിൻ്റെ 1ാം ഭാഗമാണ് ഞാൻ ഓർത്തിറങ്ങിയത്. അപ്പൊ സിറാത്ത് മുഹമ്മദ് ഇതൊരു 1 കോടി ദിവസം പഠിച്ചാൽ തീരൂല. സിറാത്ത് മുഹമ്മദ് ഉണ്ടെങ്കിൽ ഏഷ്യ ഏഷ്യയായി നിൽക്കും, ആഫ്രിക്ക ആഫ്രിക്കയായും നിൽക്കും. ഇപ്പോൾ ഏഷ്യയും ഇല്ല, ആഫ്രിക്കയും ഇല്ല. നഷ്ടപ്പെട്ടുപോയി, സംസ്കാരം നഷ്ടപ്പെട്ടുപോയി. ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് ആ സമൂഹത്തിന്റെ ആധാരം. ചില ഭരണകൂടങ്ങൾ വരുമ്പോൾ ചില ഭരണകൂടങ്ങളെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നത് ആ ഭരണകൂടങ്ങളെ ബുദ്ധിമാന്മാരും ചിന്തകന്മാരും
യോഗ്യന്മാരുമായ ആളുകൾ ഭയപ്പെടുന്നത് അവർ കൊണ്ടുവരുന്ന വാളിനെയോ അല്ലെങ്കിൽ കാരാഗ്രഹത്തെയോ അല്ല, പകരം അവർക്ക് ശേഷം അവരുടെ കാലഘട്ടത്തോടെ നശിപ്പിക്കപ്പെട്ട ഒരു എന്താ പറയാ ഒരു കൾച്ചറൽ ഹിസ്റ്ററി, ആ ഹിസ്റ്ററി തകരുകയും അത് മാറ്റപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഭയപ്പെടേണ്ടത്. അതിനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ ചൈനയിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യമായി ഇല്ലാതാക്കിയത്. ചൈനയുടെ ധാർമ്മികമായ ചരിത്രം ഇല്ലാതാക്കി. ചരിത്രം തകർക്കപ്പെട്ടാൽ പിന്നെ ഒരു ജനതയ്ക്ക് കഴിക്കാൻ കഴിയില്ല. ഒരു ജനതയ്ക്ക് നിസ്കാരം കഴിച്ചാൽ അടുത്ത ജനതയ്ക്ക് നിസ്കാരം നന്നാക്കാം. ഒരു ജനതയിൽ ചരിത്രം നഷ്ടപ്പെട്ടാൽ അടുത്ത ജനതയിൽ കിട്ടൂല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു പ്രഭാഷണത്തിൽ അവസാനിപ്പിക്കാണ് പറഞ്ഞിട്ടുണ്ട്, മഖ്ദൂമിന്റെയും സ്വഹാബികളുടെയും ഇടയിലുള്ള കേരള ചരിത്രം ലഭ്യമല്ല. കൃത്യമായി വളരെ അപ്ഡേറ്റ് ചെയ്ത് സൊസൈറ്റിക്ക് സമർപ്പിച്ചതില്ല. മഖ്ദൂമിന് ശേഷം ഇന്ന് വരെയുള്ള കേരള മുസ്ലിം ചരിത്രം കൃത്യമാണ്. മഖ്ദൂം ഒന്നാമൻ മരിക്കുന്നത് AD 1522 നമ്മൾ 2024 ഇതിനിടയിൽ നിങ്ങളിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ? അപ്പൊ മഖ്ദൂമിന്റെ മരണത്തിന് ശേഷം ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് എത്രാമത്തെ വർഷം അത്? 502. മഖ്ദൂമിന്റെ മരണം ഒന്നാം മഖ്ദൂമാണ്. നമ്മുടെ ഗസാലിയാണ്. രസം എന്താണെന്നറിയോ? മഖ്ദൂമിന്റെ രേഖകളിലുണ്ട് പോർച്ചുഗീസിനെ തടുക്കുക, പോർച്ചുഗീസുകാർ കയറിയാൽ നമ്മുടെ സംസ്കാരം തകരും. എന്നിട്ട് മഖ്ദൂം എഴുതുന്നത് എന്താണെന്നറിയോ? മഖ്ദൂം എഴുതുന്നത് എന്താണെന്നറിയോ? അവർ അവരുടെ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീകൾ അങ്ങാടിയിൽ നടക്കുന്നു. ഇതെന്തൊരാപത്താണ്! ഇത് കണ്ട് നമ്മുടെ സ്ത്രീകളും അങ്ങാടിയിൽ നടക്കാൻ തുടങ്ങും. ഞാനിത് വായിച്ച് ഇങ്ങനെ അന്തം വിട്ടുപോയി. ഇന്നെങ്ങാനും ഒരു ഈസാ നബി വന്നിട്ട് മഖ്ദൂമിനെ ആയത്താക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിനാണ് ഈസാ നബിയെ അയാത്താക്കി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മഖ്ദൂം പറയാണ് എന്ത് പോർച്ചുഗീസുകാരുടെ പെണ്ണുങ്ങൾ എവിടെ ഇറങ്ങുന്നുണ്ട്? തുണി വെച്ചിട്ട് നടക്കുന്നുണ്ടെന്നല്ല, എവിടെ ഇറങ്ങുന്നുണ്ട്? അവരെ കണ്ട നമ്മളെ പെണ്ണുങ്ങൾ അങ്ങാടി ഇറങ്ങും. അതിറങ്ങി 100 കൊല്ലാണ് പോർച്ചുഗീസുകാർ കേരളം ഭരിച്ചത്. പിന്നെ അങ്ങാടി കയറിയിട്ടില്ല. പിന്നെ പുറത്തിറങ്ങി ഇറങ്ങി ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പം കിച്ചണിൽ ആരാണ്? എന്താണ് ഇപ്പൊ കിച്ചണിൽ ആരാണ്? കിച്ചണിലെ ആണുങ്ങളാണ്. മാർക്കറ്റിൽ ആരാണ്? പെണ്ണുങ്ങളാണ്. ഇത് 500 കൊല്ലം മുമ്പ് ഇത് പൂർത്തിയായി. ഇനി മനസ്സിലാവേണ്ടി പറഞ്ഞത് വിവസ്ത്രകളായി അർദ്ധനഗ്നകളായും മുക്കാൽ നഗ്നകളായും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇനി എവിടെ